ഇന്ന് രാവിലെ നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കാം. ഇന്ന് ഡോക്ടർ റോജി ജോർജ് നമ്മോട് പിന്നീട് ദൈവവചനത്തിൽ നിന്ന് ആരാധനയിൽ സംസാരിക്കും. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ ആരംഭിച്ചിരുന്ന ആ പഠനം, അതിൻ്റെ ഒരു സമാപ്തി ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന്. ആ ഉപമ, അതുകൊണ്ട് അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം, അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. വളരെ പരിചിതമായ വേദഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്നതെങ്കിലും വചനമാണ് അല്ലേ? ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ ശക്തി ഒട്ടും നമുക്ക് കുറച്ച് കാണുവാൻ കഴിയുകയില്ല. അപ്പോൾ വായിക്കുമ്പം തന്നെ അതിനൊരു ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി ആ ഭാഗം നമുക്ക് വായിക്കാം. ദൈവവചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഇതിനകത്ത് നമ്മൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക്, പശ്ചാത്തല ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമുക്ക് വീണ്ടും ഒരുപാട് സമയം അതിൽ നിൽക്കുവാൻ കഴിയുകയില്ല. പല ആവർത്തി ഈ ഭാഗങ്ങൾ ഞാൻ വിശദീകരിച്ചാണ്, ഇതിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കാം. എങ്കിലും സംക്ഷിപ്തമായി പറയുമ്പോൾ ഇത് 2 വ്യക്തികളെ സംബന്ധിച്ച് പറയുന്ന ഉപമയാണ് അല്ലേ? ഇവിടെ ഉണ്ടോ എല്ലാവരും? 2 വ്യക്തികളെ സംബന്ധിച്ച് പറയുന്ന ഉപമയാണ്. ആരൊക്കെയാണ്? ഒരു പരീശൻ, മറ്റേത് ചുങ്കക്കാരൻ. പരീശൻ ആരാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സവിസ്തരം അത് കണ്ടതാണ്. എങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി, വളരെ മതപരമായ ധാർമ്മികമായ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു പരീശൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലീജിയസ്ലി സ്പീക്കിംഗ് ഒരു എലീറ്റ് ക്ലാസ്സിൽ നിൽക്കുന്നയാൾ. അങ്ങനെയുള്ള പരീശനെ നമ്മളിവിടെ കാണുന്നുണ്ട്. മറ്റേത് ചുങ്കക്കാരൻ അല്ലേ? ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരാലും അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെല്ലാം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവരെ കൊള്ളരുതാത്തവരെന്ന്, പാപികളെന്നൊക്കെ മുദ്ര കുത്തിയിരുന്ന ആളുകളാണ്. അപ്പം കർത്താവ് പറയുക, അവർ പ്രാർത്ഥിക്കുവാൻ ആലയത്തിലേക്ക് പോയപ്പോൾ അവർ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് കർത്താവ് പറയുക. 2 മനുഷ്യർ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവാലയത്തിൽ പോയി. എന്നിട്ട് കർത്താവ് തന്നെ പറയുക, ഒരുവൻ ഒരു പരീശനായിരുന്നു, മറ്റവൻ ചുങ്കക്കാരനായിരുന്നു. അപ്പോൾ 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നു. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ വെച്ചുകൊള്ളണം, ഇവരാരൊക്കെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, 2 പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് അല്ലേ? 2 പ്രാർത്ഥനകളിലെ വ്യത്യാസം എന്തായിരുന്നു? പരീശൻ എന്താ പ്രാർത്ഥിക്കുന്നത്? 11-12 വാക്യങ്ങളിലുണ്ട്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ വളരെ ക്ലിയറായിട്ട് അവിടെ പറയുക. പരീശൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ അവനൊരു ആത്മഗതം എന്നോണം, അല്ലെങ്കിൽ ഒരു സോളിലോക്കി പോലെ, അല്ലെങ്കിൽ അവൻ ആത്മഗതവുമല്ല, വാസ്തവത്തിൽ ഉച്ചത്തിൽ തന്നോട് തന്നെ പറയുകയാണ്. എന്താണ് അവൻ പറയുന്നത്? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന, ഒന്നാമത് അവൻ്റെ പ്രാർത്ഥനയിലെ പ്രത്യേകത, ഹീസ് താങ്കിങ് ഗോഡ് ബിക്കോസ് ഹീസ് അൺലൈക്ക് അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് താൻ വ്യത്യസ്തനാണെന്ന് പറഞ്ഞും പ്രകീർത്തിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ പുകഴ്ത്തിയും അവന് പ്രാർത്ഥിക്കുക അല്ലേ? അപ്പം മറ്റുള്ളവരെ പോലെ താൻ അല്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. നമ്മുടെയും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മെ തന്നെ പ്രകീർത്തിക്കുന്നതാ പലത്, നമ്മെ പുകഴ്ത്തുന്നതാ, നമ്മെ ഉയർത്തുവാൻ ശ്രമിക്കുന്നതാ. ഇവിടെ പരീശനും അത് തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുക.
രണ്ടാമത്തെ കാര്യം, ഇൻ ദ പ്രെയർ ഹീ ഈസ് റീകൗണ്ടിങ് ഓൾ ഈസ് ഗുഡ് ഡീഡ്സ്, അല്ലേ? അവന് തൻ്റെ പ്രാർത്ഥനയിൽ തൻ്റെ നല്ല പ്രവൃത്തികളെ എല്ലാം ഒരു ലിസ്റ്റായിട്ടൊന്ന് പരേഡ് ചെയ്യുക ദൈവത്തിൻ്റെ മുമ്പിൽ. ഇതെല്ലാം ഒന്ന് പരേഡ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഗുഡ് ബുക്കിൽ കയറാൻ പറ്റുമെന്നാണ് പരീശൻ വിചാരിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ നല്ല വ്യക്തി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ഗുഡ് ബുക്കിലുള്ള പ്രവേശനം താൻ പ്രതീക്ഷിക്കുക. അതിനുവേണ്ടി പറയുന്ന നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണ്? നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്ന് അതിൻ്റെ കണക്ഷൻ കിട്ടാനായിട്ട് ഞാൻ ഓടിച്ചു പറയുന്നത്, ഐ ഫാസ്റ്റ് ട്വൈസ് എ വീക്ക്, ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കിട്ടുന്നതിനെല്ലാം ഞാൻ ദശാംശം കൊടുക്കുന്നു, പതാരം കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് തന്നോട് തന്നെ എന്ന് കർത്താവ് തന്നെ അവിടെ എടുത്തു പറയുന്നുണ്ട്. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയുന്നതാണ്. ശേഷം മനുഷ്യരെ പോലെ ഞാനല്ല, ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ല എന്ന് പറയുന്നു. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയോ, ടാക്സ് കളക്ടറിൻ്റെ പ്രാർത്ഥന, അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ വളരെ അനുതാപത്തോടെ, മാനസാന്തരത്തോടെ, താഴ്മയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക. പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ താഴ്മയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒന്ന്, ഹി സ്റ്റുഡ് ഫാർ ഓഫ്, അല്ലേ? അവൻ ദൂരത്ത് നിന്നു, അടുത്തു വരാൻ പോലും അവൻ തുനിയാതെ ദൂരവേ നിന്നു. രണ്ടാമത് എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ. അവൻ അത്രയും പോലും ധൈര്യമില്ല, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അവൻ, അന്നത്തെ ഒരു കോമൺ പോസ്ചർ ഓഫ് പ്രെയർ ആയിരുന്നു, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണുകൾ ഉയരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവന്, ഈ ചുങ്കക്കാരന്, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ അവൻ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, അവൻ്റെ അനുതാപത്തെ എടുത്തു കാണിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തുവാ? അവൻ മാറത്തടിച്ചും കൊണ്ട്, നിലവിളിച്ചും കൊണ്ട്, മാറത്തടിച്ചും കൊണ്ട്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറയുക. അപ്പം അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷനിലെ പ്രോബ്ലം നമ്മൾ പറഞ്ഞല്ലോ, പാപി, ഏതെങ്കിലും പാപികൾ ഒരുവനായ ഒരു പാപി എന്നല്ല അവൻ പറയുന്നത്, ഹാവ് മെഴ്സി ഓൺ മീ ദ സിന്നർ. എത്ര പാപികളുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും വലിയ പാപി ഞാനാ. സിംഗിൾ ഔട്ട് ചെയ്താൽ വേറെ ആരും പാപികളല്ലെങ്കിലും ഞാൻ ആരാ? ഞാൻ പാപിയാ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതാ ഈ ചുങ്കക്കാരന് അങ്ങനെയുള്ള അനുതാപത്തോടെയാ പറയുന്നത്, ആ പാപികളിൽ ഒന്നാമനായി എന്നോട് കരുണ തോന്നണമേ. ഹീസ് കോളിങ് ഹിംസെൽഫ് ദ സിന്നർ. പാപിയാ, എന്നോട് കരുണ തോന്നണമേ. അതുകൊണ്ട് ദൈവത്തോട് എന്താ പറയുന്നത്? എന്നോട് നീ കരുണ തോന്നണം. പരീശൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചോ? കരുണയ്ക്കായി പ്രാർത്ഥിച്ചോ? ഇല്ല. നല്ല പ്രവൃത്തികളൊക്കെ കാണിച്ച് ദൈവത്തിൻ്റെ ഫേവർ നേടാമെന്ന് മാത്രമേ പരീശൻ വിചാരിച്ചുള്ളൂ. ഇനി മൂന്നാമത് നമ്മൾ കാണുവാൻ ആരംഭിച്ചത് 2 റിസൾട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? 2 വ്യക്തികൾ, പരീശൻ, ചുങ്കക്കാരൻ, 2 പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ പ്രാർത്ഥനകൾ. മൂന്നാമത് 2 റിസൾട്ടുകൾ നമ്മൾ കാണുകയാണ്. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ഓർഡർ മാറി, അല്ലേ? ഒരു റിവേഴ്സൽ ഉണ്ട്, ഡിവൈൻ ഓർഡർ ഓഫ് റിവേഴ്സൽ. In many places we see in the scriptures, in the teachings of Christ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ അനേക സ്ഥലങ്ങളിൽ ആ റിവേഴ്സൽ നമുക്ക് കാണാം. കാര്യങ്ങളെ ഒന്ന് ഓർഡർ, ക്രമം തെറ്റിയെന്ന് നമുക്ക് തോന്നുന്നത് പോലെ പരീശനെ കുറിച്ച് ആദ്യം പറഞ്ഞ എല്ലാം തുടങ്ങിയത്, അവൻ്റെ പ്രാർത്ഥന ആദ്യം പറഞ്ഞിരിക്കുന്നത്, പക്ഷേ റിസൾട്ട് പറഞ്ഞപ്പോൾ കർത്താവ് ആ ഓർഡർ മാറ്റി. ആദ്യം പറയുകയാണ്, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നോട്ട് ഗിൽറ്റി എന്ന അതിൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞു. നോട്ട് ഗിൽറ്റി എന്ന് ദൈവം പറയുക, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ്റെ നിലവിളി, അവൻ്റെ പ്രാർത്ഥന, മാറത്തടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ദൂരവേ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെയുള്ള പ്രാർത്ഥനയെ സ്വർഗസ്ഥനായ ദൈവം കേട്ടു എന്നാണ് കർത്താവിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. 32-ാം സങ്കീർത്തനം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. പരീശനും വീട്ടിൽ പോയി, അല്ലേ?
അതിന് പരീശനും വീട്ടിൽ പോയെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. പൂർണ്ണമായിട്ട് പറയുന്നില്ലെങ്കിലും എന്നാൽ മറ്റവൻ അങ്ങനെയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല? ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയി, നോട്ട് ഗിൽറ്റി എന്നുള്ള ബോധ്യത്തോടെ പോയി, എനിമോർ എന്നുള്ള ബോധ്യത്തോടെ പോയി. എന്നാൽ പരീശൻ അങ്ങനെ അല്ല, അങ്ങനെയല്ല, അങ്ങനെ പോകുവാൻ അവന് കഴിഞ്ഞില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു കാര്യം കർത്താവ് അവിടെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആവർത്തിച്ചുള്ള പ്രസ്താവന, ആവർത്തിച്ചുള്ള പ്രഖ്യാപനം ദൈവവചനത്തിൽ കാണുന്നതാണ്. തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുന്നവർ അവർ ഡെഫിനറ്റ്ലി താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്? വാട്ട് ഡു വി ലേൺ ഫ്രം ദിസ് പാരബിൾ, അല്ലേ? വാട്ട് ഡു വി ലേൺ? ഓർ we learn about the boasting Pharisee, അല്ലേ? ഈ തന്നെ കുറിച്ച് പ്രശംസിച്ച പ്രകീർത്തിച്ച ഫാരിസി പരീശൻ എന്തുവാണ് ആലയത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ ലേൺ ചെയ്യുക. ഒന്നാമത് അവൻ കൊണ്ടുവന്നത് എൻ്റെ റിലീജിയസ് ആൻഡ് സോഷ്യൽ റെപ്യൂട്ടേഷൻ ആയിരുന്നു. അവൻ പറഞ്ഞു, ഈ നിൽക്കുന്ന മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല ഞാൻ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ല. എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, എനിക്കൊരു പേരുണ്ട്, എനിക്ക് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്, കമ്മ്യൂണിറ്റിയിലൊരു സ്ഥാനമുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പരീശൻ വരുന്നത്. അപ്പോൾ അവൻ എന്താ കൊണ്ടുവന്നത്? ആലയത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നത് തൻ്റെ സോഷ്യൽ റെപ്യൂട്ടേഷൻ, അല്ലെ റിലീജിയസ് റെപ്യൂട്ടേഷൻ. നിങ്ങളിവിടെ ഇല്ലേ? അപ്പം ഞാൻ ഇങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ പെട്ടയാളാണ്, ഇങ്ങനെയുള്ള റിലീജിയൻസിൽ എലീറ്റ്സിൻ്റെ ഇടയിൽ പെട്ടയാളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവന് വരുന്നത്. പിന്നെ തൻ്റെ നീതി പ്രവൃത്തികളുമായിട്ട് അവൻ വന്നത്. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതി എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അവന് ദൈവത്തിൻ്റെ കൃപയിലോ ദൈവത്തിൻ്റെ കരുണയിലോ ആശ്രയിച്ചല്ല വന്നത്. പ്രത്യുത എങ്ങനെയാണ് വന്നത്? തൻ്റെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട്. ആരംഭത്തെ വാക്യത്തിൽ തന്നെ കർത്താവ് അതാ പറയുന്നത്. അങ്ങനെയാണ് ഈ ഉപമ ആരംഭിക്കുന്നതിന്, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന. അപ്പം ഈ പരീശൻ അതിൻ്റെ മകുടോദാഹരണമാണ്, ഉത്തമമായ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉദാത്തമായ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഉദാഹരണമാണ്. എന്തിൻ്റെയാ? തങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് നനച്ച് ദൈവസന്നിധിയോട് അടുത്തു വരുന്നവർ. അന്നും ഇന്നും കുറവല്ലല്ലോ, അല്ലേ? അന്നത്തെ പരീശന്മാരെ പോലെ ഇന്നും ഒരുപാട് പരീശന്മാരുണ്ട്. ദൈവാലയത്തിൽ വരുമ്പോൾ, ദൈവസന്നിധിയിൽ വരുമ്പോൾ, തനിയെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ, മുട്ടുകൾ മടക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മളെപ്പോലെ നീതിമാന്മാർ മറ്റാരും ഇല്ല എന്നുള്ള. Pharisee had a good eye on himself, a bad eye on others, and no eye on God എന്നാരോ പറഞ്ഞു, അല്ലേ? ജോൺ സ്റ്റോട്ടാ പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. പരീശന് തന്നെക്കുറിച്ച് തന്നെ വളരെ നല്ലൊരു ദൃഷ്ടി, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച് വളരെ ഹീനമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ദൈവത്തെ കാണുന്നേ ഇല്ലായിരുന്നു. അതാ പ്രശ്നം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ പരീശൻ വന്നത് സ്വന്തമായിട്ടുള്ള റെപ്യൂട്ടേഷനും തൻ്റെ സ്വന്തം പുകഴ്ചയും പ്രശംസയും എല്ലാമായിട്ടാണ്. അവൻ്റെ സ്വന്തം നീതിയുമായിട്ടാണ് അവൻ വന്നത്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അവൻ അറിയാമായിരുന്നു. അവൻ വചനത്തിൽ നല്ല പ്രാവീണ്യമുള്ള ആളാണ് പരീശന്മാർ. ബാക്ക് ടു ദ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു തുടങ്ങിയ സെക്റ്റാണ് പരീശന്മാരുടെ സെക്റ്റ്. അപ്പോൾ അവന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. പുതിയ നിയമത്തിൽ അത് എടുത്തു പറയുന്നുണ്ടല്ലോ. ഓൾ ഹാവ് സിൻഡ്, എല്ലാവരും പാപം ചെയ്തു, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അവൻ മറന്നുപോയി, ഞാൻ എൻ്റെ നീതി പ്രവൃത്തികളുമായി വന്നിരിക്കുന്നു. അവൻ അതുകൊണ്ട് തന്നെ തൻ്റെ നല്ല പ്രവൃത്തികളും എല്ലാം കൊണ്ടാണ് വന്നത്. അതാണ് എടുത്തെടുത്ത് പറയുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞത്, അതിലേക്ക് പോകുന്നില്ല. അടുത്തത്, he also brought his prejudice against others to God's presence. ദൈവത്തിൻ്റെ സന്നിധി വന്നപ്പം അവൻ തന്നെ എംപ്റ്റി ചെയ്ത് തൻ്റെ ഒന്നുമില്ലായ്മ കണ്ടും തൻ്റെ കഴിവില്ലായ്മ യോഗ്യതയില്ലായ്മ കണ്ടും അത് ഏറ്റുപറഞ്ഞും വരുന്നതിന് പകരം അവൻ മറ്റുള്ളവരെക്കുറിച്ചുള്ള മുൻവിധികളുമായിട്ട് വരികയാണ്. അതാ അവനിവിടെ പറയുന്നത്. കൊള്ളക്കാരെയും പിടിച്ചുപറിക്കാരെയും കൊലപാതകന്മാരെയും വ്യഭിചാരകന്മാരെയും വ്യഭിചാരികളെയും നീതികെട്ടവരെയും പോലെ ഒന്നും ഞാനല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ലായികയാൽ ഞാൻ നിന്നെ
വാഴ്ത്തുന്നു. പ്രിജുഡിസസും ആയിട്ട് വരിക. എന്തിനെല്ലാം എടുത്തെടുത്ത് പറയുന്നത്? ഇതെല്ലാം എത്ര കേട്ടാലും നമ്മൾ വിസ്മരിച്ചു പോകുന്ന കാര്യങ്ങളാണ്, ജീവിതത്തിൽ പ്രായോഗികമാക്കാത്ത കാര്യങ്ങളാണ്, അല്ലെ? പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നമ്മളെല്ലാം ശ്രമിക്കാത്ത, ആത്മാർത്ഥമായ യത്നം നടത്താത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ദൈവസന്നിധിയോട് അടുക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ നമുക്കാർക്കും പുകഴുവാൻ ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. അകാല പ്രജ പോലെയുള്ള അനേകർക്ക് അവൻ പ്രത്യക്ഷനായി. എന്നാൽ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് എന്തുകൊണ്ട് അവൻ പ്രത്യക്ഷനായി എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പൗലൂസിന്റെ കമ്പാരിസണിൽ പൗലൂസ് പറയും, ഞാൻ ആരെ പോലെ മാത്രമേ ഉള്ളൂ? അകാല പ്രജ പോലെയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ജനിക്കപ്പെട്ട ഒരു ശിശു പോലെ, അല്ലേ? ഉള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി. ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ, ശുശ്രൂഷ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് മാത്രമാണെന്ന് ഓർത്തുകൊള്ളണം. കരുണ ലഭിച്ചിട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും മറന്നുപോയി. നമ്മുടെ പ്രിജുഡിസസ് മാറ്റാം. മറ്റുള്ളവരെ കുറിച്ചുള്ള മുൻവിധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രീസപ്പോസിഷൻസോ ഒന്നുമായിട്ടല്ല ദൈവസന്നിധിയിൽ വരേണ്ടത്. ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ കുറവുകളെ കണ്ടും നമ്മുടെ ഒന്നുമില്ലായ്മ ഏറ്റുപറഞ്ഞും നമ്മെ തന്നെ താഴ്ത്തിയും ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയാവുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഉദാഹരണം നിങ്ങൾ മറക്കിയല്ലോ. റാബായി പറഞ്ഞ കാര്യമായി. ഇഫ് there are only 2 righteous men in the world, I and my son are the 2. ലോകത്തിൽ ആകെ 2 നീതിമാന്മാരെ ഉള്ളെങ്കിൽ അതാരൊക്കെയാ? ഞാനും എൻ്റെ മകനുമാ. ആൻഡ് ഇഫ് there is only one, I am he. അല്ലേ? ആകെ ഒറ്റയാളെ ഉള്ളെങ്കിൽ അത് ഞാനാ. വാക്കും ഭാഷണവും കൂടാതെ നമ്മളൊക്കെ ഇത് പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ, ഉള്ളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ 2 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയുമാ, അല്ലെ എൻ്റെ മകനുമാ, എൻ്റെ കുടുംബത്തിലുള്ളവരാ. ഇനി ഒറ്റയാളെ ഉള്ളെങ്കിൽ അത് ഞാൻ മാത്രം. സ്തോത്രം. പരീശൻ പറയുക, ഇവരെ പോലെ ഒന്നുമല്ല ഞാൻ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും ഞാനല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതേത് ആറ്റിറ്റ്യൂഡോടെയാണ് നമ്മൾ ആലയത്തിൽ വന്നിരിക്കുന്നത്? നമ്മുടെ മുൻകാല പ്രവൃത്തികളും ഓട്ടവും അധ്വാനവും കർത്താവിന് വേണ്ടി ചെയ്തതും ദൈവരാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തോ പ്രകീർത്തിച്ചോ ആണോ നമ്മൾ വന്നിരിക്കുന്നത്? പലരും ദേ ലീവ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ പാസ്റ്റ്, അല്ലേ? ഭൂതകാലത്തിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സ്ട്രെങ്ത്തിൽ ഇങ്ങനെ പുകഴ്ന്നുകൊണ്ട് ജീവിക്കുന്നവരാ ഒരുപാട് പേര്. നമ്മിൽ പലരും അങ്ങനെ ആകരുത്, അല്ലേ? അതുതന്നെയല്ല, ഈ പരീശനെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പരീശനെ കർത്താവ് പറയുമ്പോൾ തന്നെ ഹി ഓൾസോ ബ്രോട്ട് ഹിസ് ഫാൾസ്ഹുഡ്. അവൻ തന്നെ കാപട്യവുമായിട്ടാണ് ആലയത്തിൽ വന്നത്. എങ്ങനെയാ കാപട്യം ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാകുന്നത്? യേശു കർത്താവ് തന്നെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. വായിക്കുവാൻ സമയമില്ല. 11:39 പരീശന്മാരെ കുറിച്ചുള്ള ജനറലായിട്ട് കർത്താവ് പറയുന്ന ആ ഒരു പ്രസ്താവനയുണ്ട്. 11:39 അവിടെ കർത്താവ് പറയുക, കർത്താവ് അവനോട്, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. പുറമേ എല്ലാം വെടിപ്പാക്കി ഇതെല്ലാം പറയാനുണ്ട്, റിലീജിയസ് സോഷ്യൽ റെപ്യൂട്ടേഷൻ ഒക്കെ പറയാനുണ്ട്. പക്ഷെ ഉള്ളിൽ എന്തായിരിക്കുകയാണ്? നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും ദുഷ്ടതയും. ഈ പരീശനും എന്നും കൊണ്ടാ വന്നത്? കവർച്ചയും ദുഷ്ടതയും കൊണ്ടാ ആലയത്തിലേക്ക് വന്നത്. അവിടെ കർത്താവ് അത് പ്രത്യേകം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുമ്പന്തിയിലാന്ന് അവൻ പറഞ്ഞത്. ഞാൻ ആഴ്ചതോറും 2 വട്ടം ഉപവസിക്കുന്ന മാത്രമല്ല, കിട്ടുന്നതിനെല്ലാം ഞാൻ പദാരം കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പരീശന്മാരെ മുഴുവനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അപ്പം പരീശന്മാരെ ജനറലായിട്ട് മുദ്ര കുത്തിരിക്കുന്ന എന്തുവാ? ദ്രവ്യാഗ്രഹികളാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല, ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല
എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പരീശന്മാർ എന്ത് ചെയ്തു? ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. ഇത് പറയുമ്പോൾ ഇന്നും പലരും പരിഹസിക്കും. ഞങ്ങൾ എത്ര നാളുകളായി ഇങ്ങനെ ജീവിക്കുന്നു പാസ്റ്ററെ, ഞങ്ങളിത് രണ്ടും കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്, ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ലല്ലോ അല്ലേ എന്ന് പറയുന്നവർ ഒരു പക്ഷേ കണ്ടേക്കാം. കേട്ട ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ അത് കേട്ടവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. അപ്പോൾ ഇവൻ കൊണ്ടുവന്നതിൽ എന്തുകൂടി ഉണ്ടായിരുന്നു? അറയ്ക്കത്തക്കത് അല്ലേ? കവർച്ച, കൊള്ള, ദ്രവ്യാഗ്രഹം മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായിരുന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവ അറപ്പത്രേ. അവൻ എന്തുവാ ചോദിച്ചത് ദൈവത്തോട്? എന്തെങ്കിലും ചോദിച്ചോ? ഹലോ, ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ചോ പരീശൻ ദൈവത്തോട്? ഒന്നും ചോദിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നില്ല. ഞാൻ ഇന്നതാണല്ലോ കർത്താവ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഹിഡിൻ സീക്ക്. കർത്താവിൻ്റെ മേഴ്സിക്കായിട്ട് അവൻ പ്രാർത്ഥിച്ചില്ല. സങ്കീർത്തനക്കാരനെ പോലെ, സെർച്ച് മീ, ഓ ഗോഡ്, ആൻഡ് നോ മൈ തോട്ട് ടുഡേ, മൈ ഹാർട്ട് ടുഡേ, ആൻഡ് ഇഫ് ദർ ബി എനി വിക്കറ്റ് വേ ലീഡ് മീ ഇൻ ടു ദ വേ ദാറ്റ് ഈസ് എവർലാസ്റ്റിംഗ്. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അങ്ങനെ അവന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ. ഇത്ര വലിയ നഷ്ടമാണ്. റിലീജിയസ് ആണെന്ന് പറഞ്ഞ് ഈ പതാരം എല്ലാം കൊടുത്ത്, ഇത്രയും പ്രാർത്ഥനയെല്ലാം ചെയ്ത്, ഇത്രയും ഉപവസിച്ച്, എല്ലാവരെയും കാണിച്ച് പ്രദർശിപ്പിച്ച് ഒക്കെ നടന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുവാൻ അവന് കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അവൻ എന്താ പ്രാപിച്ചത്? കർത്താവ് തന്നെ പറയാ, അവൻ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി, മറ്റവനോ അങ്ങനെ അല്ല. അല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കറപിരണ്ട തുണി പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ഓൾ അവർ റൈച്ചസ് വർക്ക്സ് ആർ ലൈക്ക് ഫിൽതി റാഗ്സ്. ഒന്നും ക്ലെയിം ചെയ്യാനില്ല, നമുക്കൊന്നും കൊണ്ടുചെല്ലാനില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കത്തക്കവണ്ണം നല്ല പ്രവൃത്തികൾ ഒന്നും കൊണ്ടുചെന്നവനെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചുങ്കക്കാരനെ നോക്കി അവൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? വാട്ട് ഡിഡ് ഹി ബ്രിങ്? അവൻ എന്തോ കൊണ്ടുവന്നത്? ദൈവാലയത്തിലേക്ക് അവൻ എന്തോ കൊണ്ടുവരാൻ ഉണ്ടായിരുന്നത്? പരീശനിൽ നിന്ന് വ്യത്യസ്തനായിട്ട്, അല്ലെ പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കയ്യിലൊന്നുമില്ലാതെയാ അവൻ വന്നത്. അല്ലേ? പുകഴാനോ പ്രശംസിക്കാനോ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. സാധു, ക്ഷീണൻ, കുരുടൻ, സർവവും എനിക്ക് എച്ചിൽ. അല്ലേ? ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടെ, താഴ്മയായി കുമ്പിടുന്നേ, നീ എന്നെ രക്ഷിക്കണമേ, നിന്റെ കൃപയിൽ ആശ്രയിക്കാനല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആ ചുങ്കക്കാരൻ. കാരണം അവനൊരു റെപ്യൂട്ടേഷൻ കൊണ്ടുവരാനില്ലായിരുന്നു, അവനൊരു പ്രശംസയോ പുകഴ്ചയോ ഒന്നും കൊണ്ടുവരാൻ ഇല്ലായിരുന്നു. കാരണം സമൂഹം എല്ലാം അവനെ മുദ്ര കുത്തിക്കൊണ്ടിരുന്നത് പിടിച്ചുപറിക്കാരൻ, കൊള്ളരുതാത്തവൻ, പാപി, അല്ലേ? ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ജീവിക്കുന്നവർ, ദൈവമില്ലാതെ ജീവിക്കുന്നവരെന്നൊക്കെയായിരുന്നു. അവന് കൊണ്ടുവരാനുള്ളതായിരുന്നു ആകപ്പാടെ തൻ്റെ താഴ്മയും തൻ്റെ ബ്രോക്കൺനെസ്സും ആയിരുന്നു, അവൻ്റെ തകർച്ചയും ആയിരുന്നു. അതിൻ്റെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഞാൻ ഓൾറെഡി ചൂണ്ടിക്കാണിച്ചു. അവൻ തന്നെ അനുതാപം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അവൻ അന്വേഷിച്ചത് എന്തായിരുന്നു? ദൈവത്തിൻ്റെ കരുണ. വ്യക്തമായിട്ട് അവൻ നിലവിളിക്കുക, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ദൈവത്തോടുള്ള പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുക, ക്രൈയിങ് ഔട്ട്, ഗോഡ് ഹാവ് മേഴ്സി ഓൺ മീ ദ സിന്നർ. അല്ലേ? എ കോസ്റ്റ്ലി ആക്ട്. ദൈവമേ, മറ്റുള്ളവരെ പോലെ അല്ല, ഈ പരീശനോടൊക്കെ നിനക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റും, കാരണം നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഞാനോ പാപം മാത്രമുള്ള ആളാണ്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കോസ്റ്റ്ലി ആക്ട്. അത് വലിയ വില അതിനുണ്ട്, അതിൻ്റെ പിന്നിൽ കൊടുത്താലേ എന്നോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അൾട്ടിമേറ്റ് അനാലിസിസിൽ നമ്മളെല്ലാം അങ്ങനെയാണ്, മഹാപാപികളാണ് നമ്മളെല്ലാം. ഒരുപാട് പാപം ചെയ്തും പാപം ചിന്തിച്ചും
അല്ലെങ്കിൽ പാപത്തിൽ നടന്നും നമ്മൾ ബാല്യം മുതലേ വളർന്നു വരികയാണ്. ഇപ്പോഴും പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ആകെപ്പാടെ പ്രാർത്ഥിക്കാനുള്ളത്, പാപിയാ എന്നോട് കരുണ തോന്നണമേ എന്ന് മാത്രമാണ്. അവന് കിട്ടിയത് എന്തുവാ? ഹി റിസീവ്ഡ് ജസ്റ്റിഫിക്കേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് അവൻ മടങ്ങുവാൻ തക്കവണ്ണം ഇടയായത്. സ്തോത്രം. പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് യേശു ഇവിടെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഹി ഗിവ്സ് എ സർട്ടൻ വാർണിങ്സ്. അത് നമ്മൾ എടുക്കാതെ പോകരുത്, മനസ്സിലാക്കാതെ പോകരുത്. ഈ ഉപമകളൊക്കെ ഒരു കഥ പറഞ്ഞ ആളുകളെ രസിപ്പിക്കാനായിട്ട് കർത്താവ് പറഞ്ഞതല്ല. ഇതിലൂടെ എല്ലാം വളരെ ആഴമേറിയ സത്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, പിൻപറ്റുന്നവരെ, അല്ലെങ്കിൽ ദൈവത്തിന് കൂടാതെ ജീവിക്കുന്നവരെ എല്ലാം ഓർമ്മിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. ഒന്നാമത് കർത്താവിൻ്റെ ഒരു വാണിംഗ് അഗെയിൻസ്റ്റ് അവർ സെൽഫ് റൈറ്റ്വസ്നെസ്. നമ്മുടെ സ്വയനീതിക്കെതിരായിട്ടുള്ള ഒരു വാണിംഗ് ഉണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. ആ ഉപമ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്: തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ. അപ്പം നമ്മുടെ അങ്ങനെയുള്ളവരുടെ ആ ക്ലാസ്സിൽപ്പെട്ടവരുടെ ഉറപ്പെന്തുവാ? ഞങ്ങൾ ആരാ? ഞങ്ങൾ നീതിമാന്മാർ, ഞങ്ങൾ നീതിമാന്മാർ എന്ന് പറയുന്നവർ. അതുകൊണ്ടാണ് ഈ പരീശൻ അങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ, മറ്റ് ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, നമ്മുടെ നീതി പ്രവൃത്തികൾ നിമിത്തമല്ല. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ: മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണാപ്രകാരമത്രേ രക്ഷിച്ചത്. മറന്നു പോകരുത്. ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ അടുക്കുമ്പോൾ, നാം ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഓർത്തുകൊള്ളണം, എൻ്റെ നന്മ കണ്ടുകൊണ്ടല്ല കർത്താവ് എന്നെ രക്ഷിച്ചത്. ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായത് നമ്മുടെ നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണാപ്രകാരമത്രേ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. Also Jesus warns against any kind of arrogance. ധിക്കരിക്കുക, അതവിടെ ആദ്യം പറയുന്നത്. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുക അല്ലേ. ഫാരിസീസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം മറ്റുള്ളവരെ ധിക്കരിക്കുക. അറഗൻസ്, ഡിസ്പൈസിങ് അതേഴ്സ് ഇൻക്ലൂഡിങ് ദ ടാക്സ് കളക്ടർ. ഇവിടെ നിൽക്കുന്ന ചുങ്കക്കാരൻ ഉൾപ്പെടെ മറ്റുള്ള എല്ലാവരെയും ധിക്കരിക്കുന്ന സ്വഭാവം നമ്മൾ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളാരും അങ്ങനെയല്ല അല്ലേ. മറ്റുള്ളവരെ ധിക്കരിക്കുന്ന സ്വഭാവം ഉണ്ടോ? ഹലോ, അരഗൻസ് ഉണ്ടോ നമുക്ക് ആർക്കെങ്കിലും? എത്ര ഹ്യൂമിലിറ്റിയോടെയാണ് നമ്മൾ നടക്കുന്നത്? എത്ര താഴ്മയോടെയാണ് നടക്കുന്നത്? എത്ര വലിയ പാപിയാണേലും തന്നെ തന്നെ താഴ്ത്തി കഴിയുമ്പോൾ ദൈവം അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. അറിയാവോ? ആഹാബിനെ പോലെ ദുഷ്ടനായ ഒരു രാജാവ് വേറെ ഒരുപക്ഷെ കമ്പാരിസണിൽ വളരെ കുറവായിരുന്നു ഇസ്രായേലിൽ. എന്നാൽ ആഹാബ് ഒരു വട്ടം ദൈവത്തിൻ്റെ സന്നിധി തന്നെ തന്നെ താഴ്ത്തി, ദൈവത്തോട് താഴ്ത്തി അവൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവം തന്നെ ഏലിയാവിനോട് പറയെ, കണ്ടോ നീ ആഹാബിനെ നോക്ക, അവൻ എൻ്റെ മുമ്പാകെ തന്നെ തന്നെ താഴ്ത്തിയത് നീ കണ്ടുവോ? ദൈവം എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഉയർച്ചകളല്ല. നമ്മൾ നമ്മെ തന്നെ ഉയർത്തുന്നതും പ്രശംസിക്കുന്നതും വൃഥാഭിമാനികളാകുന്നതും പുകഴുന്നതും മറ്റുള്ളവരെ ധിക്കരിക്കുന്ന അരഗൻസ് ഒന്നുമല്ല. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തുവാ? താഴ്ത്തുന്നവർ എവിടെയുണ്ട്? തങ്ങളുടെ ഒന്നുമില്ലായ്മ തിരിച്ചറിയുന്നവർ എവിടെ ഉണ്ട്? നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു ദുർമാർഗങ്ങൾ വിട്ട് തിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശത്തിന് പോലും സൗഖ്യം വരുത്തും. എവിടെയാണ് ആരംഭിക്കുന്നത്?
തങ്ങളെ തന്നെ താഴ്ത്തുന്നിടത്താണ്. ദൈവപ്രവൃത്തിയുടെ ആരംഭം, ദൈവകൃപയുടെ ഒഴുക്കിൻ്റെ ആരംഭമെല്ലാം നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ ഉയർച്ച കാണിക്കുന്നിടത്തല്ല, നമ്മുടെ വൃഥാഭിമാനികളാകുമ്പോഴല്ല, അരഗൻസിലല്ല, മറ്റുള്ളവരെ ധിക്കരിക്കുന്നിടത്തല്ല, നമ്മെ തന്നെ താഴ്ത്തുന്നിടത്താ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയുടെ വലിയ ഒഴുക്ക് അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് വരുന്നു. ആകയാൽ അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ. ഹല്ലേലൂയ. താഴ്മയോടെ ഇരിക്കുമ്പോൾ എനിക്കൊരു അധൈര്യവും ഇല്ല. സ്വയപ്രശംസ വന്നു പോകുമ്പോഴുള്ള പേടിയേ ഉള്ളൂ. അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ചില ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരാറുണ്ടല്ലോ. നമ്മളെ തന്നെ ഉയർത്തി കാണിപ്പാൻ, നമ്മൾക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ ലഭിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ചില ശ്രമങ്ങളുണ്ടല്ലോ. അന്നേരം ആ പേടി ഉണ്ടാക്കുന്നത്, അയ്യോ കർത്താവേ, ശരിയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മെ തന്നെ താഴ്ത്തും പുറത്തോണം. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പീൻ. ഞാൻ മുന്നോട്ട് പോയി അവസാനിപ്പിക്കട്ടെ ഈ ഭാഗം. ദൈവത്തിന് സ്തോത്രം. ജീസസ് ഈസ് ആക്ച്വലി ടീച്ചിങ് ദ വാല്യൂ ഓഫ് ഹ്യൂമിലിറ്റി ഹിയർ. താഴ്മയുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രത്യേകമായിട്ട് കർത്താവ് കാണിച്ചു കൊടുക്കുക. എല്ലാം വായിക്കാൻ ഒരുപാട് ഭാഗങ്ങൾ വായിക്കാനൊട്ടുണ്ട്, പക്ഷേ സമയമില്ല. വചനം പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ മറിയയുടെ പ്രാർത്ഥന, കർത്താവിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മ മറിയയുടെ പ്രാർത്ഥന നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ മറിയ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു പറയുന്നത്, തൻ്റെ ഭുജം കൊണ്ടവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവൻ ചിതറിച്ചിരിക്കുന്നു. പുറമേ കാണിക്കുക പോലും വേണ്ട. ഹലോ, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ പോലും ദൈവം എന്ത് ചെയ്യുമെന്ന? ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളയുന്നു. സ്തോത്രം. താഴ്മയോടെ അടക്കുന്നവർക്ക് ധൈര്യപ്പെടാൻ പറ്റും. ഹല്ലേലൂയ. സമ്പന്നന്മാരെ വെറുതെ അയക്കുന്നത്, വിശക്കുന്നവരെ നന്മ കൊണ്ട് നിറയ്ക്കുന്നവനായ ദൈവം. ഇതിൻ്റെ സമ്മറി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 4-5 മിനിറ്റ്. ഒന്നാമത് ഓർത്തുകൊള്ളണം, സമ്മറി ഓഫ് ദി ആപ്ലിക്കേഷൻ. No man who is proud can really pray. അഹങ്കാരിയായ ദുരഭിമാനമുള്ള ആർക്കും വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ കേട്ടില്ലല്ലേ? നിങ്ങൾക്കൊരു അത്ഭുതം കണ്ടില്ലല്ലോ നിങ്ങളുടെ മുഖത്ത്? എങ്ങനെയാണ്? ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചായിരുന്നോ? നിങ്ങൾക്ക് നല്ല, നമുക്ക് കേട്ടോ, ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന. No person, no man who is proud can really pray. പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. നമ്മുടെ അഹങ്കാരം വെച്ചുകൊണ്ട്, ദുരഭിമാനം വെച്ചുകൊണ്ട്, അഹന്ത, ഡംബ് എന്നൊക്കെ വചനം പറയുന്നതും വെച്ചുകൊണ്ട് നമുക്ക് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അധരങ്ങളുടെ ജൽപ്പനം ഉണ്ടാകുന്നുണ്ടായിരിക്കാം, അധരം കൊണ്ട് ഉരുവിടുന്ന പലതും ഉണ്ടായേക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ പ്രാർത്ഥന നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കർത്താവിൻ്റെ തന്നെ ഉപമയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, നോ മാൻ, നോ പേഴ്സൺ ഹു ഈസ് പ്രൗഡ് ക്യാൻ റിയലി പ്രേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, നോ മാൻ ഹു ഡിസ്പൈസസ് ഹിസ് ഫെലോ മെൻ റിയലി പ്രേസ്. തൻ്റെ സഹജീവികളെ ഡിസ്പൈസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവരെ ത്യജിക്കുന്ന അല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്ന ആളുകൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ആളിന് വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. നിന്ദിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നെ നോക്കുന്നില്ല. മറ്റുള്ളവരെ ധിക്കരിക്കുന്നവർക്ക് വാസ്തവമായി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രൗഡായിട്ടുള്ള ആളുകൾക്ക്, അഹങ്കാരികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ ധിക്കരിച്ചു കൊണ്ടായിരിക്കുന്നവർക്കും വാസ്തവത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ ആ റിലീജിയോസിറ്റിയിൽ, ആ തീഷ്ണത എന്നൊക്കെ പറഞ്ഞ് വെളിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെയാണ്.
കഫർന്നഹൂമിലും ഒക്കെ നടന്ന അത്ഭുത പ്രവൃത്തികൾ നിമിത്തം അവർ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട് കർത്താവോട് നിന്ന് പോകുമ്പോൾ ശിഷ്യന്മാർ പറയുക, ഏലിയാവിൻ്റെ നാളിലെ പോലെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിക്കാൻ നീ കൽപ്പിച്ചാലും. കർത്താവ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, ഇറ്റ് സൗണ്ട്സ് ഗുഡ്, ബട്ട് നിങ്ങൾ ഏത് ആത്മാവിനാലാണ് നിങ്ങൾ നടത്തപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. പല പ്രാർത്ഥനകളും കേട്ടാൽ തോന്നും ഏത് ആത്മാവിനാലാണ് നടത്തപ്പെടുന്നത്. ഈ ധിക്കാരത്തിൻ്റെയും അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ആത്മാവ്, പൈശാചികമായ ആത്മാവ്, മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാവ്, അല്ലെങ്കിൽ മെറ്റീരിയലിസത്താൽ നയിക്കപ്പെടുന്ന ആത്മാവ്. ഒരുപാട് ആത്മാക്കൾ പിശാച് എംപ്ലോയ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ഡീമൺസ് ഉണ്ടല്ലോ. അതിങ്ങനെ നമ്മളെ ടേക്ക് പൊസഷൻ ഓഫ് ഓൾ ഓഫ് us and we pray accordingly. അങ്ങനെ ആകരുത് നമുക്ക്. No man who despises others his fellow men really prays. True prayer comes. എപ്പോഴാണ് യഥാർത്ഥ പ്രാർത്ഥന വരുന്നതെന്നറിയാമോ? എന്നെ നിങ്ങളിൽ ആരെങ്കിലുമായിട്ട് ഞാൻ താരതമ്യപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോഴല്ല യഥാർത്ഥ പ്രാർത്ഥന ഉയരുന്നത്. യഥാർത്ഥ പ്രാർത്ഥന ഉയരുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മഹിമ അതിനോട് ചേർത്തന്നെ കാണും. എൻ്റെ ദൈവമേ, ഈ ദൈവം ആരാ? നീ എത്ര വലിയവനാ! നിന്റെ മുമ്പിൽ അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, പൊടിയും ചാരവുമായി ഞാൻ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞല്ലോ. ഇനി ഞാൻ അതുകൊണ്ട് ഒരു വട്ടം കൂടെ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ കർത്താവേ. കേട്ടെ, ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും എന്നെ നോക്കിക്കേ പ്ലീസ്, ശ്രദ്ധിച്ചാട്ടെ. ഒരു വട്ടം കൂടെ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ, നീ എന്നെ അനുവദിക്കണമേ. പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്നോട് പ്രാർത്ഥിപ്പാൻ തുനിഞ്ഞല്ല കർത്താവേ. നിന്റെ മുമ്പിൽ ഞാൻ ആരാ? ഞാൻ ഒന്നുമില്ല എന്ന് ഞാൻ ഏറ്റുപറയുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം പ്രാർത്ഥിക്കും. എത്ര വലിയ കാഴ്ചപ്പാടാ! നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് നല്ലതാണ്, ഉപവസിക്കുന്നു എന്നുള്ളത് നല്ലതാണ്, ദൈവസന്നിധി സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് നല്ലതാണ്, പദാരം കൊടുക്കുന്നു എന്നുള്ളത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയിരിക്കുന്നു, എത്ര താഴ്മയോടെ അടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്, നമ്മുടെ പ്രവർത്തികൾ ചൂണ്ടിക്കാണിച്ചും പ്രകീർത്തിച്ചും കൊണ്ടാണ് അടുത്തു വരുന്നതെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. ഹല്ലേലൂയ. Thank you Jesus, thank you Jesus. Hallelujah, hallelujah. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ഇവിടെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ അതാത് ക്രമം പോലെ നടന്നുകൊള്ളും. ചെയ്യേണ്ട ആളുകളൊക്കെ ആ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയമാണ്. കണ്ണുകളെ അടച്ചും ധ്യാനനിരതരായും ദൈവസന്നിധി നമ്മെ തന്നെ ഒരുക്കി നമുക്ക് ഈ സമയത്ത് ആയിരിക്കാം. ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് അടുക്കുന്നത്? താഴ്മയോടും വിനയത്തോടുമാണോ, അതോ അഹങ്കാരത്തോടെ, അഹന്തയോടെ, ഡംബോടെ, ഗർവത്തോടെയാണോ, മറ്റുള്ളവരെ ധിക്കരിച്ചും നിന്ദിച്ചും ഒക്കെയാണോ നമ്മൾ അടുക്കുന്നത്? കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആരാധനയ്ക്കായി പ്രാർത്ഥനയോടെ നമുക്ക്